കേരളത്തിലേക്കുള്ള അർജന്റീനയുടെ വരവിൽ സംശയം വേണ്ടെന്ന് സ്പോൺസർ ആവർത്തിക്കുമ്പോഴും കലൂർ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ലഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നുവെന്നാണ് സ്പോൺസർമാരുടെ അവകാശവാദം. സീറ്റുകളും ഫ്ലഡ് ലൈറ്റും ഉൾപ്പെടെ വലിയ തോതിൽ നവീകരിക്കുന്നതിനൊപ്പം ഫിഫ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കണം. ഈ മാസം 25-ാം തീയതിയോടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പിന്തുണ തേടിയ സ്പോൺസർമാർ അർജന്റീന അസോസിയേഷനുമായി ചർച്ചകൾ തുടരുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, മെസ്സി വരില്ല, വരാതിരിക്കാം തുടങ്ങിയ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ മെസ്സി വരുമെന്ന് സ്പോൺസർ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യമാണ്. അതേ ഘട്ടത്തിൽ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുമാത്രമല്ല, അർജന്റീന ഭാഗത്തുനിന്ന് നിലവിൽ ഒരു അപ്ഡേഷനും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതാ കലൂർ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ലഭിക്കുമോ എന്നൊരാശങ്ക നിലനിൽക്കുന്നത്. വിവരങ്ങൾ എന്തായാലും ഈ മത്സരം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇവിടെ കഴിഞ്ഞ ദിവസം യോഗം നടന്നിരുന്നു. യോഗം ശേഷം ഇതിൽ നിന്ന് തീരുമാനങ്ങൾ പറഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നൊരു രീതി തന്നെയാണ്. നമുക്ക് കാണാം, ഇവിടെ സ്റ്റേഡിയത്തിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ തന്നെയും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഏതാണ്ട് 2000-ഓളം തൊഴിലാളികൾ ഇതിൽ പണിയെടുക്കുന്നു എന്നതാണ് പറയുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ നിർമ്മാണ സജ്ജീകരണങ്ങൾ ഇത് മുഴുവനായിട്ട് തന്നെ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് നടക്കുകയും ചെയ്യുന്നത്. 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. പൂർണ്ണമായും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇത് സ്റ്റേഡിയം സജ്ജീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇതിന്റെ സ്പോൺസർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ രീതിയിലുള്ള ഈ ഒരുക്കങ്ങൾ ക്രമീകരിക്കുക തുടങ്ങിയ രീതിയിലുള്ള അവലോകന യോഗങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പ്രധാനമായും തന്നെ സ്റ്റേഡിയത്തിന്റെ ചുറ്റുപാടുകൾ തന്നെയും കൃത്യമായ രീതിയിൽ തന്നെ അത് ഒരുക്കിയെടുക്കുക എന്നതാണ്. കാരണം ഇത് സ്റ്റേഡിയം ഇവിടെ ഉണ്ടെങ്കിൽ പോലും ചുറ്റുപാടും നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോഴറിയാം അതിൻ്റെ ഒരു നിലവാര തകർച്ച. പൂർണ്ണമായും തന്നെയും ചെളിയും കാര്യങ്ങളും എല്ലാം തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ, വലിയ നിർമ്മാണങ്ങളെല്ലാം തന്നെ ചുറ്റുപാടുകളും നടക്കുന്നുണ്ട്. കൂടുതൽ ജോലിക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അത് മെറ്റൽ ചെയ്തുകൊണ്ട് അത് തറ നിരപ്പ് ഉയർത്തിയെടുക്കുക, പാർക്കിംഗ് സൗകര്യം മെച്ചമാക്കുക തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റേഡിയം, അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെയും പൂർണ്ണമായും സജ്ജമാക്കുക എന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിൻ്റെ VIP ഗാലറി തുടങ്ങിയവയെല്ലാം തന്നെ കുറ്റമറ്റതാക്കുവാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, ഒപ്പം തന്നെ ഇതിൻ്റെ ഫ്ലഡ് ലൈറ്റ്, അതിൻ്റെ വെളിച്ച സംവിധാനങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ക്രമീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ജോലികളും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവും വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് സ്പോൺസർമാരുടെ ഭാഗത്തു നിന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതിൽ മറ്റൊന്നും ഇതിൽ അവിശ്വസിക്കേണ്ടതില്ല. കാര്യങ്ങളിൽ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും മത്സരങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് തുടരുമ്പോൾ സ്റ്റേഡിയം അതിനനുസരിച്ച് സജ്ജമാക്കിയെടുക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള അംഗീകാരങ്ങളും കാര്യങ്ങൾക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുക്കങ്ങളും എല്ലാം തന്നെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നു എന്നതാണ്. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ലധികം തൊഴിലാളികൾ ഇവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമാണ് നടക്കുന്നത്. സ്റ്റേഡിയം GCDയുടെ കയ്യിൽ നിന്ന് ഇതിൽ ഒരു കരാർ സ്വഭാവത്തിലേക്ക് എടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ തന്നെയുള്ള അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ചുറ്റുപാടുകളും എല്ലാം തന്നെ വളരെ വിശാലമായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്ത് സജ്ജീകരിക്കുന്ന രീതിയിലേക്ക്, പാർക്കിംഗ് സംവിധാനം കുറ്റമറ്റതാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. സ്റ്റേഡിയത്തിനകത്ത് 50,000-ഓളം കാണികളെയാണ് പ്രവേശിപ്പിക്കുക. കുറ്റമറ്റ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഇവിടെ
ഒരുക്കി സജ്ജമാക്കും. യാതൊരു രീതിയിലുള്ള പഴുതും സുരക്ഷാ സംവിധാനങ്ങളിൽ ഉണ്ടാകില്ല എന്നതെല്ലാം തന്നെ സ്പോൺസർമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആളുകൾ കൂടുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചില ഇടങ്ങളിലെല്ലാം അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഒരു പാഠമാക്കി എടുത്തുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ സംവിധാനങ്ങൾ സുരക്ഷ ഒരുക്കുക എന്ന രീതിയിലെല്ലാമാണ് ഇത് മുന്നോട്ട് പോവുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിലേക്ക് സ്റ്റേഡിയം ഒരുക്കിയെടുക്കാനായിട്ട് ഉള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിനൊപ്പം ഇത് എത്തിക്കുക, അതിൻ്റെ ഒരു അംഗീകാരം ലഭിക്കുക എന്നതെല്ലാമാണ് അടുത്ത കടമ്പയായിട്ട് വരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഒരു ഭാഗത്ത് തുടരുകയാണ് എന്നതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ രാവും പകലും എന്ന രീതിയിൽ തന്നെ നടക്കുകയാണ്. സ്റ്റേഡിയത്തിൽ പുലർച്ചെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇതിൻ്റെ ഒരു ടർഫ് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെയും സീറ്റിംഗ് സംവിധാനം പൂർണ്ണമായും തന്നെ പുതുതാക്കി മാറ്റുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മേൽക്കൂരകളുടെ ഒരു അശാസ്ത്രീയതകൾ പരിഹരിക്കുക, അങ്ങനെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 70 കോടി രൂപ ഇത് സ്റ്റേഡിയം ഏതാണ്ട് നവീകരിക്കുക, പൂർണ്ണമായി തന്നെ നവീകരിക്കുക എന്ന രീതിയിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു അംഗീകാരത്തിന്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരത്തിന് ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുക്കിയെടുക്കൽ കാര്യങ്ങളെല്ലാമാണ് നടക്കുന്നത്. നവംബർ 17 എന്ന തീയതി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, പല രീതിയിലുള്ള ചർച്ചകൾ ഈ അർജന്റീനൻ ടീം വരുമോ എന്നത് സംബന്ധിച്ച് എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പല അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അവരെ ടൂർ കലണ്ടർ മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അറിയിപ്പ് കൃത്യമായും തങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ തന്നെ സ്പോൺസർമാരും പറയുന്നു. അത് എന്ത് തന്നെയായാലും അതിൽ അക്കാര്യങ്ങളിലൊരു തർക്കവിതർക്കം നടക്കുമ്പോഴെല്ലാം തന്നെ സ്റ്റേഡിയം അതിനിടയിലെല്ലാം തന്നെ സജ്ജമാക്കേണ്ടതുണ്ട്, പൂർണ്ണമായും ഒരുക്കിയെടുക്കേണ്ടതുണ്ട്, സജ്ജമാക്കിയെടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും ഒരു ഭാഗത്ത് നടന്നു പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇനി അത് ഏത് രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് ഇത് പൂർണ്ണമാകുമ്പോൾ നടക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരം, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു മത്സരം ഒരിക്കലും തന്നെ ഉണ്ടാവില്ല എന്നല്ലേ, നടന്നിട്ടില്ല. അപ്പോൾ ആ തലത്തിൽ ഇതിൻ്റെ ഒരു ടർഫ് അടക്കം ചുറ്റുപാടുകളടക്കം എല്ലാം തന്നെ, കാരണം ഒരു അന്താരാഷ്ട്ര കായിക ഭൂപടത്തിലേക്കടക്കം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇടം നേടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആ മത്സരത്തിൻ്റെ പകിട്ടിനും പ്രതാപത്തിനും ഒപ്പം തന്നെ രീതിയിൽ ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇനി അതിന് അംഗീകാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് മുൻപായിട്ട് അത് പൂർണ്ണമായും ഒരുക്കിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് സ്പോൺസർമാർ പറയുന്നത്. സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണോ ഈ ടിക്കറ്റ് വിൽപ്പന ഇപ്പോഴും ആരംഭിക്കാനാവാതെ സംഘാടകർ കുഴങ്ങുന്നത്? എന്താണ് ഡാനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചവർ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിലുള്ളിൽ തന്നെ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിലടക്കം വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും. ഇപ്പോൾ വലിയ രീതിയിലുള്ള പുറമെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പറച്ചിലുകൾ കേൾക്കുന്നു. കാരണം ഇതിലെ ടിക്കറ്റ് കോടികൾ വരും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർമാർ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ അതിൽ വിശ്വാസം കാണിക്കേണ്ടതില്ല. കാരണം പല അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇതിന്റെ കൃത്യമായൊരു നിരക്ക്, അത് സാധാരണക്കാർക്കടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കടക്കം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ടിക്കറ്റ് നിരക്കിൽ ഇതുവരെയും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. വലിയ രീതിയിൽ ഈ കായിക പ്രേമികളടക്കം കാത്തിരിക്കുകയാണ്. കാരണം ഇതിന് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഇതൊരു ഔദ്യോഗിക തലത്തിൽ, ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിലേക്ക്, മത്സരം ഈ ദിവസങ്ങളിൽ നടക്കും, അർജന്റീനൻ ടീം പങ്കെടുക്കുമെന്ന ഒരു വിശ്വാസയോഗ്യമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോഴും തന്നെ അത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് നിരക്ക് കൂടി പ്രഖ്യാപിക്കേണ്ടതുണ്ട്, ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മെസ്സിയെ പോലൊരു അന്തർദേശീയ താരം ഇവിടെ എത്തുമ്പോൾ ആ ടിക്കറ്റ് എത്ര നിമിഷം കൊണ്ട് സ്റ്റേഡിയത്തിലെ ഈ ടിക്കറ്റ് വിൽപ്പന അവസാനിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം അത് ആ രീതിയിൽ തന്നെ ഇത് വിറ്റുപോകും. അപ്പോൾ അത് എന്താണ് അതുകൊണ്ട് ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനൊരു ഉത്തരമായി നൽകിയത് അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് നിരക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് എങ്ങനെ, ഏത് രീതിയിലാണ് ടിക്കറ്റ് വിൽപ്പന എന്നതെല്ലാം തന്നെ അതിലും കൂടി വ്യക്തത വരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇത് ഇക്കാര്യങ്ങളിലുള്ള ഏതെങ്കിലും തർക്കങ്ങൾ, ഏതെങ്കിലും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണോ ടിക്കറ്റ് വിൽപ്പന ഇനിയും തുടങ്ങാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ കാണുന്നത് ചുറ്റുപാടുകളുള്ള
വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. മത്സരം ഉണ്ടാകും, അല്ലെങ്കിൽ ആ രീതിയിലൊരു അന്തർദേശീയ മത്സരത്തിന് കൊച്ചി ഇടം നേടുമെന്നെല്ലാം തന്നെ നമ്മൾക്ക് വിശ്വാസയോഗ്യമായി സ്ഥാപിക്കാൻ പറ്റുന്നത് ഇവിടെയുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നത് മാത്രമാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഈ ചർച്ചകൾ തുടരുന്നു. പല രീതിയിലും ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിൽ ഒരു പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അടക്കമുള്ള ഒരു അവലോകന യോഗമെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിൽ സർക്കാരിന്റെ ഒരു നിരീക്ഷണം എല്ലാ കാര്യത്തിലും തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരും. സ്റ്റേഡിയം ആ പ്രഖ്യാപനത്തിന് മുൻപായിട്ട് പൂർണ്ണമായി സജ്ജമാക്കി എടുക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച്, ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പ്രഖ്യാപനം ബാക്കി നിൽക്കുകയാണ്. ഭവ്യ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.